ഹായ് ഹലോ നമസ്കാരം. വിനേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് ചുട്ടതാണ്. ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയുക, കുറച്ച് പഴയ റെസിപ്പിയാണ്. ഒരുപാട് പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വെള്ളം പാർന്ന ചോറിൻ്റെ കൂടെ, മോരും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. തന്നെ വേണമെങ്കിലും കഴിക്കാം, കഞ്ഞിയുടെ ഒപ്പം കഴിക്കാം. ഇതൊരു പഴയ റെസിപ്പിയാണ്, നല്ല രസമാണ്. ഞാൻ ഉണ്ടാക്കിയത് വഴുതിനിങ്ങ ചുട്ടതാണ്. നിങ്ങൾക്ക് എന്ത് ചുട്ടത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് കുമ്പളങ്ങ, മത്തൻ, വെണ്ടയ്ക്ക, ചൊരയ്ക്ക, എന്ത് വേണമെങ്കിലും ചുട്ടത് ഉണ്ടാക്കാം. ഈ പ്രൊസീജിയറിൽ മാത്രം ഫോളോ ചെയ്യുക. അപ്പൊ വരൂ, നമുക്ക് കാണാം വഴുതിനിങ്ങ ചുട്ടത്. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ നമുക്ക് വഴുതിനിങ്ങ ചുട്ടത് ഉണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ തക്കാളി, ഒരു വലിയ വഴുതിനിങ്ങയും ഒരു ചെറിയ വഴുതിനിങ്ങയും, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര വലിപ്പമുള്ള വഴുതിനിങ്ങ വേണമെങ്കിലും എടുക്കാം. ഇനി ഓരോ വഴുതിനിങ്ങയിലേക്കും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ പിടിപ്പിക്കണം. നമ്മൾ ഈ ചുട്ട വഴുതിനിങ്ങ കൊണ്ട് ചട്നിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഗ്യാസിൽ ഗ്രില്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ തന്നെ ഇട്ടോളൂ, അതായിരിക്കും ഏറ്റവും സൂപ്പർ ടേസ്റ്റ്. അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്യാറുള്ളത്. ഈ കറിയിൽ എല്ലാം തന്നെ നമ്മൾ ചൂടാൻ പോകണം. അപ്പം ആദ്യം ഞാൻ വഴുതിനിങ്ങ വെച്ചു. വഴുതിനിങ്ങ ഒരു പകുതി ലെവലിലേക്ക് ആവുന്ന സമയത്ത് ഞാൻ തക്കാളിയും വെക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് തരം പച്ചക്കറി വേണമെങ്കിലും വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുമ്പളങ്ങ, മത്തൻ, വെണ്ടയ്ക്ക, ചൊരയ്ക്ക എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വെക്കാം. പണ്ടൊക്കെ ശരിക്കും വഴുതിനിങ്ങയും കുമ്പളങ്ങയും മത്തനിലും മാത്രമേ ചെയ്യുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊക്കെ നമുക്ക് ചൊരക്കയിലും ഒക്കെ ചെയ്യാട്ടുള്ളൂ, കുഴപ്പമില്ല. ഇവിടെ നോക്കൂ, നന്നായിട്ട് വഴുതിനിങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നല്ലപോലെ ചുട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ കളയുക. ഒരു ഇളം ചൂടുള്ള സമയത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോഴേ ആ എന്താ പറയുക, ആ സ്മോക്കി ഫ്ലേവർ, ഇല്ലെങ്കിൽ ആ കരിഞ്ഞു പോയ ആ ഭാഗങ്ങൾക്കുള്ള ഒരു മണം ഈ പച്ചക്കറിയിൽ വരുമ്പോഴാണ് ഈ ചുട്ടത് എന്ന് പറയുന്ന വിഭവം ആ ഹൈലൈറ്റ് മോഡിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും ആ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഒരുപാട് അങ്ങോട്ട് വൃത്തിയാക്കുകയൊന്നും വേണ്ട, ആ ലേശം കരിഞ്ഞതൊക്കെ ഇരിക്കട്ടെ. ഇനി മിക്സിയിലോ അമ്മിയിലോ ഒന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ തക്കാളി ആദ്യം അരഞ്ഞു കിട്ടുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് അരയ്ക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ വെള്ളം ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്തത് വഴുതിനിങ്ങയാണ് ഇടാൻ പോകുന്നത്. വഴുതിനിങ്ങയും വെള്ളം ഇല്ലാണ്ട് ഒന്ന് ചതച്ചും അരച്ചും പോലെ എടുക്കുക. അപ്പോൾ വെള്ളം ഇല്ലാതെ അരയണതുകൊണ്ട് മിക്സിയിൽ നിന്ന് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാലുള്ള വഴുതിനിങ്ങ വരിക. അപ്പോൾ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വഴുതിനിങ്ങ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളിയാണ്. അതും നമുക്ക് ഒരു കോലിൽ കുത്തിയിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. നന്നായിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരുമാതിരി കരിയണ പോലെ വന്നു കഴിഞ്ഞാലാണ് അതിനൊരു കിക്ക് കൂടുതൽ. പിന്നെ ഒരു 4 വറ്റൽമുളക് ഇതേമാതിരി ചുട്ടെടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് ചതയ്ക്കുന്നതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട. അപ്പോൾ എല്ലാം കൂടി അരഞ്ഞു പോയാൽ നന്നായിരിക്കില്ല. ഇടയിൽ നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇത് രണ്ടും മാത്രം ഒന്ന് ചതച്ചെടുക്കുക. ഇല്ല, നിങ്ങളെല്ലാം തന്നെ അമ്മിയിലിട്ടിട്ടോ ഇല്ലെങ്കിൽ എന്താണ് ഇതിലിട്ടിട്ടാണ് അരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരച്ചോളൂ. ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി അതിലേക്ക് ഒഴിക്കുക. ഇത് 2 രീതിയിൽ ചുട്ടതുണ്ടാക്കും. ചില ആൾക്കാർ വേവിക്കുകയില്ല, പച്ചയ്ക്ക് ഇതുപോലെ തന്നെ ആ ചുട്ടിട്ടുള്ളത് മതി, ആ വേവ് മതി എന്ന് വിചാരിക്കണവരുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാൻ തിളപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു സ്ലോയിൽ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, എനിക്ക് ഈ വെന്ത് കഴിഞ്ഞിട്ടുള്ളതിനാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഒരു സ്റ്റേജിൽ
ഇങ്ങനെ എടുക്കാനാണോ താല്പര്യം, അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണോ എന്ന്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ വെച്ചിരിക്കുന്ന ആ മുളകും അതേമാതിരി തന്നെ നമ്മുടെ ഉള്ളിയും കൂടിയിട്ട് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഈ കുറുകുറുപ്പ് തരം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു മോഡിൽ തന്നെ ഒന്ന് നന്നായി തിളക്കട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ മിക്സി ഒലുമ്പിയ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ അനുവദിക്കുക. അപ്പോൾ എന്താവുമെന്നറിയോ, ഞാനിവിടെ ചോറ് തൈരും ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കട്ടിക്ക് വേണ്ട. ഇതേ തന്നെ നിങ്ങൾ കഞ്ഞിക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കട്ടിക്ക് എടുത്തോളൂ. അപ്പോൾ ആ വറ്റൽമുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി തിളച്ചു, ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു കുറുകൽ എനിക്ക് കറക്റ്റ് പരുവമാണ്. ഈ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഗ്യാസ് അങ്ങോട്ട് നമ്മൾ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കടുക് വറക്കലും ഇല്ല, കരുവേപ്പിലയില്ല, മല്ലിയിലയില്ല, ഒന്നുമില്ല കേട്ടോളിൻ. ഇത് അസലായിട്ട് അങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ചോളിൻ. ആ പാത്രപാകം ഒന്ന് വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെർവ് ചെയ്ത് നോക്കൂ. ഇഞ്ചിപ്പുളി പോലെ തന്നെ ഏകദേശം ഒരാഴ്ചയോളം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെ സൂപ്പർ 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 ആയിരിക്കും. അപ്പോൾ തൈരും ചോറും, വെള്ളം പാർന്ന ചോറല്ലാട്ടുള്ളൂ, തൈരും ചോറും ചുട്ടതും, വേറെ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ബേസിക്കലി നിങ്ങൾക്ക് ഉപ്പേരിയോ വല്ലതുമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. എന്തായിരിക്കും ഈ ഒരു വായ. അപ്പോൾ ചുട്ടതും തൈരും സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടാട്ടോളി. എന്താ പണ്ടത്തെ ആൾക്കാരെ കണ്ടുപിടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര കൊല്ലം പഴയ റെസിപ്പിയാണ് കഴിക്കണമെന്നറിയോ? കാലപ്പഴക്കമുള്ള റെസിപ്പിയാണ്. എല്ലാം ചുട്ടതുകൊണ്ടേ ബീരയുണ്ട്. എരമ്പ് പറഞ്ഞാലും പോരാ, എരമ്പലോട് എരമ്പൽ. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Vinny's Kitchen.